നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്. മെറ്റ പ്ലാറ്റ്ഫോമുകളിലെ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഉള്ളടക്കം, ഡീപ് ഫേക്ക് ഉള്ളടക്കം, പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ തുടങ്ങിയവയ്ക്കാണ് മെറ്റ മേധാവി ഇന്ത്യയിലെ പാർലമെന്റ് സമിതിയോട് ക്ഷമാപണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. പ്രത്യേക ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാൻ പണം വാങ്ങിയതായി മെറ്റ സമ്മതിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതായത് ഗുരുതര പിഴവാണ് മെറ്റയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ കേന്ദ്രം മെറ്റയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ മറുപടി നൽകാൻ 3 ദിവസത്തെ സമയമായിരുന്നു മെറ്റയ്ക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മാപ്പ് പറഞ്ഞതിൽ ഈ ഒരു പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിനെ കുറിച്ച് പ്രത്യേക പരാമർശമില്ല. പകരമാണ് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കമുള്ള മെറ്റ പരസ്യങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരിക്കുന്നത്. സാങ്കേതിക തകരാർ മൂലം പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തതിൽ സക്കർബർഗ് മാപ്പ് പറയണമെന്ന് നേരത്തെ പാർലമെന്റ് സമിതി അന്ത്യശാസനം നൽകിയിരുന്നു. തുടർന്ന് ഓഗസ്റ്റ് 5-6 തീയതികളിലായി കേന്ദ്ര IT മന്ത്രാലയ ഉദ്യോഗസ്ഥരെ കാണാനായി മെറ്റയുടെ ഉന്നതതല ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ കൂടിക്കാഴ്ച തുടരുന്നതിനിടെയാണ് സക്കർബർഗ് ഇന്ത്യയുടെ ക്ഷമാപണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ഉള്ളടക്കങ്ങൾ തടയുന്നതിലും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിലും സംഭവിച്ച പിഴവുകൾക്ക് മാപ്പ് പറഞ്ഞതായി കേന്ദ്ര വൃത്തങ്ങൾ വ്യക്തമാക്കി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഉന്നത ഉദ്യോഗസ്ഥനായ ജോയൽ കപ്ലൻ അടക്കമുള്ള മെറ്റ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. IT സെക്രട്ടറി S കൃഷ്ണനുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. പ്രവർത്തന സംബന്ധമായ പിഴവുകൾ മൂലമാണ് ചില പോരായ്മകൾ ഉണ്ടായതെന്നും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ ശക്തമാക്കിയെന്നും സക്കർബർഗ് വ്യക്തമാക്കി. ചില ഉള്ളടക്കങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് വഴി ഭീമമായ സാമ്പത്തിക നേട്ടം മെറ്റ നേടിയിരുന്നു. കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന പരസ്യങ്ങൾക്കും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾക്കുമെതിരെ കൂടുതൽ ശക്തമായ നിരീക്ഷണ സംവിധാനം കൊണ്ടുവരും. സാങ്കേതിക പിഴവിനെ തുടർന്ന് വീഡിയോ അപ്രത്യക്ഷമായതെന്നും ഖേദിക്കുന്നതായും നേരത്തെ മെറ്റ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വാർത്താ വിതരണ മന്ത്രാലയം വ്യക്തമാക്കി. മാപ്പിന് പിന്നിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് യുവാക്കൾക്ക് ഉറപ്പ് നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തതും വലിയ വിവാദമായിരുന്നു. 2 ആ വിഷയത്തിൽ 3 ദിവസത്തിനകം മാപ്പ് പറയണമെന്ന് നേരത്തെ BJP MP നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടിരുന്നു. 3 മാപ്പ് പറയാത്ത പക്ഷം IT നിയമത്തിലെ 79-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന സേഫ് ഹാർബർ നിയമപരിരക്ഷ പിൻവലിക്കുന്നതടക്കം കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സമിതി അന്ത്യശാസനം നൽകിയിരുന്നു. ഏതായാലും മെറ്റയ്ക്ക് അപകടം മണത്തതിനാൽ തന്നെയാണ് 3 ദിവസം അനുവദിച്ചിട്ടുള്ള 3 ദിവസത്തിന് മുമ്പ് തന്നെ സക്കർബർഗ് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ യുവാക്കൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും. പക്ഷേ പലതരത്തിലുള്ള അപകടങ്ങളും അതിന് പിന്നിലുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ കൂടി മെറ്റയ്ക്ക് കഴിയണം എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകിയിരുന്നത്. ഏതായാലും മെറ്റയെ ഇന്ത്യയിൽ നിരോധിച്ചാൽ അത് രാജ്യത്തെ സാമൂഹിക, സാമ്പത്തിക, ഡിജിറ്റൽ മേഖലകളിൽ വളരെ വലിയ ആഘാതങ്ങളാണ് സൃഷ്ടിക്കുക. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നീ ജനപ്രിയ ആപ്പുകളുടെ മാതൃകമ്പനിയാണ് മെറ്റ. ഇന്ത്യയിൽ 50 കോടിയിലധികം ആളുകളാണ് ദൈനംദിന ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വാട്സപ്പ് ഒക്കെ പെട്ടെന്ന് നിശ്ചലമായാലുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. സാധാരണക്കാർ മുതൽ സർക്കാർ സംവിധാനങ്ങൾ വരെ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ശൃംഖല തകരും. പകരമായി സിഗ്നൽ, ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകളിലേക്ക് ആളുകൾക്ക് മാറേണ്ടി വരും. ഇൻസ്റ്റഗ്രാം റീൽസ് വഴി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ദശലക്ഷക്കണക്കിന് യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും വരുമാനം നഷ്ടപ്പെടും. ഒരു വലിയ തൊഴിൽ മേഖലയ്ക്ക് ഇത് പെട്ടെന്ന് മങ്ങലേൽപ്പിക്കും. മെറ്റ ഇന്ത്യയിൽ നിരോധിച്ചാൽ കമ്പനിക്കും വളരെ വലിയ സാമ്പത്തിക, തന്ത്രപരമായ നഷ്ടമാണ് സംഭവിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ഉപഭോക്തൃ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. മെറ്റ പ്ലാറ്റ്ഫോമുകൾക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളതും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ 50 കോടിയിലധികം വാട്സപ്പ് ഉപഭോക്താക്കളെയും 35 കോടിയിലധികം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കളെയും മെറ്റയ്ക്ക് ഒറ്റയടിക്ക് നഷ്ടപ്പെടും. ഇന്ത്യയിലെ ഡിജിറ്റൽ പരസ്യ വിപണി അതിവേഗം വളരുകയാണ്.
ഇന്ത്യൻ കമ്പനികളും ബ്രാൻഡുകളും മെറ്റയ്ക്ക് നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വരുമാനം കമ്പനിക്ക് നഷ്ടമാകും. ഇൻസ്റ്റഗ്രാം, റീൽസ്, വാട്സപ്പ് പേയ്മെന്റ്, ബിസിനസ് മെസ്സേജിംഗ് എന്നിവയിലൂടെ മെറ്റ ഏറ്റവും കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്ന വിപണിയാണ് ഇന്ത്യ. ഈ വലിയ വിപണി നഷ്ടപ്പെടുന്നത് കമ്പനിയുടെ ആഗോള വളർച്ചാ നിരക്കിനെ ബാധിക്കും. ഇന്ത്യയെപ്പോലൊരു വൻ വിപണി കൈവിട്ടു പോകുന്നത് മെറ്റയുടെ ആഗോള നിക്ഷേപകരിലും ആശങ്കയുണ്ടാക്കും. ഇത് മെറ്റയുടെ ഓഹരി വില വലിയ തോതിൽ ഇടിയാൻ കാരണമാകും. ചുരുക്കത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും ഭാവി വരുമാനത്തിലും മെറ്റയ്ക്കുണ്ടാകുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് വലിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് പ്ലേസുകളാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിദേശ കമ്പനികൾക്ക് നല്ലൊരു വരുമാനം തന്നെയാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്ന് ദിനം പ്രതി ലഭിക്കുന്നത്. ഇന്ത്യയിൽ മെറ്റയുടെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ തന്നെ എത്രത്തോളം ഉപഭോക്താക്കളാണ് ഉപയോഗിക്കുന്നത്, അതിനൊക്കെ തന്നെ ഒരു ദിവസം പെട്ടെന്ന് കേന്ദ്രം ഒരു കടുത്ത നടപടി കൊണ്ടുവന്ന് അതൊക്കെ നിരോധിക്കുകയാണെങ്കിൽ അതിന് വലിയ തിരിച്ചടിയാവും ആ കമ്പനികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് മെറ്റ മേധാവി സക്കർബർഗ് അടക്കം ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഫേക്ക് അക്കൗണ്ടുകൾക്കെതിരെയും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രൊപ്പഗണ്ട പരത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ തന്നെ കേന്ദ്രം കടുത്ത നടപടികൾ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക നീക്കങ്ങളാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് സക്കർബർഗ് രംഗത്ത് വരുന്നത്.